ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എനിക്കിതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ 7 വർഷമായിട്ട് ഓർക്കിഡ് വളർത്തുന്നുണ്ട്. അപ്പം അത് വളർത്തിയുള്ള പരിചയം വെച്ചുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ചോദ്യം, എൻ്റെ ഓർക്കിഡിൽ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല, എന്താണ് കാരണം എന്നാണ്. ഓർക്കിഡിൽ പൂ വരാത്തത് പല കാരണങ്ങൾ കൊണ്ട് വരും. അതിൻ്റെ ചൂട്, വളപ്രയോഗം എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ലതുപോലെ ഒന്ന് കെയർ ചെയ്താലേ ഓർക്കിഡിലൊക്കെ പൂ വരത്തുള്ളൂ. കുറച്ച് ക്ഷമയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ മെച്യൂരിറ്റി വരുമ്പോഴേ പൂക്കത്തുള്ളൂ. വളമെല്ലാം കറക്റ്റ് ഒരാഴ്ച ഇടവിട്ട് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വളർച്ചയും കിട്ടും, പൂക്കളും ഉണ്ടാകും. വളപ്രയോഗത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത ചോദ്യം, സ്നെയിൽ പെല്ലറ്റ് വെച്ചിട്ടും അത് ഒച്ച് കയറുന്ന എന്താണ് കാരണമെന്ന്. ഒച്ച് പോട്ടിൽ കയറുന്നത് തൊണ്ടിൻ്റെ പീസ് കുറച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇടാതിരുന്നു കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം നല്ലതുപോലെ കുറയും. നല്ല തണുപ്പ് ഇതിനകത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഒച്ചിൻ്റെ ശല്യം കൂടുന്നത്. പിന്നെ നല്ല വൃത്തിയാക്കി പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം. പിന്നെ തറയിൽ കുറച്ച് മെറ്റൽ ഇട്ട തറയിൽ കൂടെ ഒച്ചധികം കയറാറില്ല. പിന്നെ നമ്മൾ സ്റ്റാൻഡിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൻ്റെ ചുറ്റുമൊക്കെ ഉപ്പ് പരലിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ തടയാൻ പറ്റും. അടുത്ത ചോദ്യം, എന്താണ് സാഫ്? സാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗിസൈഡ്. പല ഫംഗിസൈഡുകളുണ്ട്. ഇൻഡോഫിലുണ്ട്, സാഫ്, പിന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് സാഫാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഫംഗിസൈഡ് സാഫിൽ മുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫംഗിസൈഡിൽ മുക്കാൻ പറയുന്നത്. ഇൻഫെക്ഷൻ ഒന്നും പ്ലാന്റിൽ വരാതിരിക്കാനാണ്. നമ്മൾ ഏത് പ്ലാന്റ് റീപോർട്ട് ചെയ്താലും ഇടയ്ക്ക് വളപ്രയോഗം കെമിക്കൽ കൊടുക്കുന്ന സമയത്ത് ആ മാസത്തിൽ ഒരിക്കൽ സാഫ് ഉപയോഗിക്കാം. സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗിസൈഡ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, കരിക്കട്ട ഫംഗിസൈഡിൽ എത്ര മിനിറ്റ് മുക്കി വയ്ക്കണം? മോസിന് പകരം കുളവാഴയുടെ വേര് ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരിക്കട്ട ഫംഗിസൈഡിൽ 5 മിനിറ്റൊക്കെ മുക്കി വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും മുക്കി വയ്ക്കണ്ട. നമ്മൾ പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിന് കരിക്കട്ട ആദ്യം ഫ്രഷായിട്ടുള്ള കരിക്കട്ട എടുക്കുമ്പം ഫ്രഷ് വാട്ടറിൽ കഴുകിയതിന് ശേഷമേ ഫംഗിസൈഡിൽ സൊല്യൂഷനിൽ മുക്കിയിടാവുള്ളൂ. പിന്നെ കുളവാഴയുടെ വേര് ഉപയോഗിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ചോദ്യം, മൺചട്ടിയിൽ വെച്ചാൽ റൂട്ടില്ലാത്ത ചെടികൾക്ക് റൂട്ട് വരുമോ? അങ്ങനെയൊന്നുമില്ല. ഏത് പോട്ടിൽ വെച്ചാലും അതിന് ഹ്യൂമിഡിറ്റി കിട്ടിയാലേ റൂട്ട് വരത്തുള്ളൂ. അതിൻ്റെ റൂട്ട് എപ്പോഴും ഡ്രൈ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഫ്രഷ് റൂട്ട് വരത്തില്ല. അടുത്ത ചോദ്യം, റീപോട്ട് ചെയ്തതിന് ശേഷം പ്ലാന്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്നാണ്. റീപോട്ട് ചെയ്യുമ്പം റീപോട്ടിൻ്റെ മീഡിയം എല്ലാം നമ്മൾ വാഷ് ചെയ്തിട്ട് ഫംഗിസൈഡിൽ വാഷ് ചെയ്ത ഉടനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിക്കണ്ട. ഡ്രൈ ആയിട്ടുള്ള മീഡിയമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒഴിക്കണം. എപ്പോഴും വാഷ് ചെയ്ത് വെറ്റായിട്ടുള്ള മീഡിയം ഉപയോഗിച്ച് റീപോട്ടും പ്ലാന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത ചോദ്യം, ഓർക്കിഡ് പരന്ന ചട്ടിയിൽ വെക്കാവോ, കുഴൽ പോലത്തെ ചട്ടിയിൽ വെക്കുന്നതാണോ നല്ലതെന്ന്. പരന്ന ചട്ടിയിൽ ഓർക്കിഡ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുഴൽ പോലത്തെ ചട്ടിയിലാകുമ്പം എയർ സർക്കുലേഷൻ കുറവായിരിക്കും. ഓർക്കിഡ് എപ്പോഴും പരന്ന ചട്ടിയാണ് നല്ലത്. അടുത്ത ചോദ്യം, ഒരു കിക്കി പ്ലാന്റ് ചെയ്താൽ എത്ര നാൾ ആകും അത് ഫ്ലവർ ചെയ്യാനും? നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു കിക്കി നമ്മൾ നട്ട് കഴിഞ്ഞാൽ
9 മുതൽ 12 മാസം വരെ എടുക്കും അത് പൂവിടാൻ. അത് നല്ലതുപോലെ കെയർ ചെയ്താൽ, അല്ലെങ്കിൽ അതിനും താമസം എടുക്കും. നമ്മൾ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന കിക്കിയാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ പൂ വരും. അത് പ്ലാന്റിൽ നിന്ന് തന്നെ നല്ല മെച്യൂരിറ്റി വരുന്നത് കൊണ്ട് അത് കുറച്ചുകൂടെ വേഗത്തിൽ പൂക്കും. അടുത്ത ചോദ്യം, പ്ലാന്റ്സിൽ കിക്കീസ് വന്നിട്ട് മുരടിച്ച് നിൽക്കുന്നു, തൈ ഹെൽത്തി ആയിട്ട് വരാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പ്രത്യേക കെയറൊന്നും കൊടുക്കണ്ട. പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന അതിൽ നിന്നാണ് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുന്നത്. പ്ലാന്റിന് കൊടുക്കുന്ന വളപ്രയോഗം മതി, അതിന് പ്രത്യേകമായിട്ടൊന്നും കൊടുക്കണ്ട. പ്ലാന്റിൽ സ്പ്രേ ചെയ്യുമ്പം അതിന് സ്പ്രേ ചെയ്യുക. ചില കിക്കീസ് നല്ല ഹെൽത്തി ആയിട്ട് വരും, ചിലത് ചെറുതായിട്ടേ വരത്തുള്ളൂ, അത് കുറച്ചുകൂടെ നാളെടുക്കും. അങ്ങനെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല, എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ചെടിക്ക് കൊടുക്കുന്ന വളപ്രയോഗം നല്ലതുപോലെ കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. ചുവട്ടിൽ നിന്ന് വരുന്ന കിക്കീസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരും. ചെടിയുടെ മേളിൽ നിന്ന് വളരുന്നത് കുറച്ചുകൂടെ സ്ലോയും ആയിരിക്കും. അടുത്ത ചോദ്യം, പോത്തോസിൻ്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ചാണ്. ഞാൻ ആ വീഡിയോയിൽ അന്ന് പറയാൻ വിട്ടുപോയി. അതിൻ്റെ പ്രൊപ്പോർഷൻ 20% റെഡ് സാൻഡ്, 20% റിവർ സാൻഡ്, 40% ചകിരിച്ചോറ്, 20% ഓർഗാനിക് മിക്സ്ചർ. ഓർഗാനിക് മിക്സ്ചർ ചാണകം തന്നെ വേണമെന്നില്ല, ഏത് ഓർഗാനിക് മിക്സ്ചർ ആയാലും മതി. ഇപ്പം കടയിൽ പലതരത്തിലുള്ള വാങ്ങാൻ കിട്ടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ചാൽ മതി. അടുത്ത ചോദ്യം, പോത്തോസിന് കുറച്ച് സോയിൽ മതിയോ? പോത്തോസ് വളരെ കുറച്ച് സോയിലും വളരും. ഒരുപാട് വേര് നിറയത്തില്ല, പോട്ടിനകത്ത് വേര് നിറഞ്ഞ് തിക്കാവത്തില്ല. വെർട്ടിക്കൽ ഗാർഡനിലും എല്ലാം വെക്കാനായിട്ട് പോത്തോസ് വളരെ നല്ലതാണ്. കുറച്ച് സോയിൽ മതി, നല്ലത്, ഒരുപാട് ലെങ്തി ആയിട്ട് വളരും. വേറൊരു ചോദ്യം, മോസ് കയ്യിലില്ലാത്തവർ വേറെ എന്താണ് ഉപയോഗിക്കേണ്ടത്? മോസ് കയ്യിലില്ലെങ്കിൽ തൊണ്ടിൻ്റെ ചിപ്സ് ഉപയോഗിക്കാം. തൊണ്ടിൻ്റെ ചിപ്സും ഇതുപോലെ ഫംഗിസൈഡ് സൊല്യൂഷനിൽ മുക്കിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനെക്കാട്ടി നല്ലത് മോസ് ഉപയോഗിക്കുന്നതാണ് ഫെലനോപ്സിസിന്. അത് നമ്മൾ ഓർക്കിഡ് വാങ്ങുമ്പോൾ, ഫെലനോപ്സിസ് വാങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് കാണുമല്ലോ, അത് പകുതി നമ്മൾ മാറ്റിയിട്ടല്ലേ റീപോർട്ട് ചെയ്യുന്നത്. അതിനെ വാഷ് ചെയ്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാം, എപ്പോഴും വാങ്ങാൻ നിൽക്കണ്ട. അടുത്ത ചോദ്യം, ഓർക്കിഡുകൾ നമുക്ക് ഏത് തടിയിലും പിടിപ്പിക്കാവൂ? ഹാർഡ് വുഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. വെള്ളം വീണാൽ ഉളുത്തു പോകാത്ത ഏത് തടിയിലും നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൈസായിട്ട് വളരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ വളപ്രയോഗം എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലത്തെ വളപ്രയോഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കണം, ഒരാഴ്ച കറക്റ്റായിട്ട് കൊടുക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും അതിൽ നിന്ന് കിക്കീസ് എടുത്ത് മാറ്റരുത്. ചുവട്ടിൽ നിന്ന് വരുന്ന പ്ലാന്റുകളെ പിന്നെയും കൂടുതൽ പ്ലാന്റ് ആക്കാനായിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വളരും. എൻ്റെ പ്ലാന്റെല്ലാം 7 വർഷം മുതൽ താഴോട്ടുള്ള വളർച്ചയുള്ള പ്ലാന്റുകളാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് റീപോർട്ട് ചെയ്യും, 2-3 വർഷം കൂടുമ്പോൾ ഡെൻഡ്രോബിയം എല്ലാം റീപോർട്ട് ചെയ്യാറുണ്ട്. എല്ലാ പ്ലാന്റുകളും റീപോർട്ട് ചെയ്യും. ഫെലനോപ്സിസ് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ഒരു 4-5 വർഷമാകുമ്പോഴൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മറ്റേതൊക്കെ പോട്ട് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇനിയും കമൻസുകൾ അയയ്ക്കുക, ചോദ്യങ്ങളും ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. പുതിയ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം.